അറ്റകുറ്റപ്പണിക്ക് ചെന്നൈയിൽ എത്തിച്ചത് ചെമ്പ് എന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാദം പൊളിയുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി 99-ൽ സ്വർണം പൂശിയെന്ന് ദേവസ്വം രജിസ്റ്ററും മഹസറും പറയുന്നു. ദേവസ്വം കമ്മീഷണറുടെ ഉത്തരവനുസരിച്ച് 99 മാർച്ച് 27-ാം തീയതിയാണ് സ്വർണ്ണത്തിൽ പൊതിഞ്ഞത്. ഇതിൻ്റെ രേഖകൾ 24 കിട്ടി. ഷബീദ് റാവുത്തർ വീണ്ടും ചേരുന്നു. ഷബീദ്, വിശദാംശങ്ങൾ. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന രേഖ അത് ഈ ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട അതിനിർണായകമായിട്ടുള്ള രേഖ ആണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ ഉണ്ടായിരുന്നത് ചെമ്പെന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാദം പൊളിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 1999-ൽ വിജയ് മല്യ ശ്രീകോവിലിന് സ്വർണം പൊതിഞ്ഞപ്പോൾ ദ്വാരപാലക ശില്പങ്ങളും ഉൾപ്പെടുത്തിയിരുന്നുവെന്ന ദേവസ്വം രജിസ്റ്ററിലും മഹസറിലും വ്യക്തമാണ്. അത് കോടതിയിൽ പറഞ്ഞിരിക്കുന്ന കൃത്യമായ രേഖ അതാണിപ്പോൾ നമ്മളുടെ പക്കൽ അതല്ലെങ്കിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന അക്കാര്യത്തിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അത് മഹസർ ഡേറ്റഡ് 19/7/2019 ഫർദർ റെക്കോർഡ്സ് ദാറ്റ് ദ അഡീഷണൽ 7th റെസ്പോണ്ടന്റ് sought and obtained permission at his own sponsorship to undertake fresh gold plating of the ദ്വാരപാലക ഐഡൽസ്. അതായത് കോടതി രേഖയിൽ തന്നെ വ്യക്തമാണ്. അതായത് ആ പാളി അത് ചെമ്പ് പാളിയല്ല സ്വർണ്ണപ്പാളിയാണ് എന്നുള്ള കാര്യം അത് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. 1999 മെയ് 4-ന് സ്വർണം പൂശിയ ദ്വാരപാലക ശില്പങ്ങൾ ശ്രീകോവിലിന് മുന്നിൽ സ്ഥാപിച്ചു എന്നാണ് രേഖകളിലുള്ളത്. ദേവസ്വം വിജിലൻസ് കണ്ടെത്തി നൽകിയ രേഖകൾ പരിശോധിച്ച ഹൈക്കോടതിയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടുത്ത ദിവസം കോടതിയുടെ പരിഗണനയിൽ ഇതിന്റെ രേഖകളടക്കമുള്ള കാര്യങ്ങൾ ദേവസ്വം ബോർഡ് ഹാജരാക്കുമെന്നുള്ളതും കഴിഞ്ഞ ദിവസം സൂചനയായി പുറത്തു വന്നിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൂശിയിരുന്നതായി നിർണായക മൊഴിയും ഇപ്പോൾ ദേവസ്വം വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട്. സ്ഥിരീകരിച്ചത് വിജയമല്യയുടെ സംഘത്തിലെ തൊഴിലാളി തന്നെയാണ്. 2 ശില്പങ്ങളിലായി 800 ഗ്രാം സ്വർണം പൂശി എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ പറയുന്ന കാര്യം. ഈ ചെന്നൈ JJN ജ്വല്ലറി ജീവനക്കാരൻ അദ്ദേഹം ആ സമയത്ത് അതായത് ഈ സ്വർണം പൂശുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ആ ഒരു സംഘത്തിലെ ആളാണ് അദ്ദേഹമാണ് മാന്നാർ സ്വദേശിയായിട്ടുള്ള ആളാണ് ദേവസ്വം വിജിലൻസിനോട് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. അപ്പോൾ ദേവസ്വം വിജിലൻസിനെ സംബന്ധിച്ച് ഇനി ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകേണ്ടതില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് ചെമ്പാണ് 2019-ൽ കൊണ്ടുപോയത് ചെമ്പാണ് എന്ന് പറയുന്ന കാര്യം പച്ചക്കള്ളമാണ് എന്നുള്ള കാര്യം രേഖകൾ സഹിതം ദേവസ്വം ബോർഡിനും ദേവസ്വം വിജിലൻസിനും വിവരം ലഭിച്ചിരിക്കുന്നു. ഓക്കെ, ഷബീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.